കഥകൾ നിങ്ങളുടെ ആഭരണം പറയട്ടെ. ചുങ്കത് ജ്വല്ലറി. ഈ കുടുംബ സംഗമത്തിന്, തൊഴിലാളി സംഗമത്തിന് വന്നപ്പോൾ തന്നെ ഈ തൊട്ടടുത്ത ഗേറ്റ് നമ്മുടെ വാതിലിൽ നിന്നുകൊണ്ട് ഒരു സഹോദരി, നമ്മുടെ ഒരു തൊഴിലാളി, എന്നെയും സേഠിജിയും അഭിസംബോധന ചെയ്ത് തന്നെ വളരെ വിഷമത്തിലുള്ള വർത്തമാനം പറഞ്ഞുകൊണ്ടിയാണ്. അവർ വർത്തമാനം പറഞ്ഞതിൽ ഒരു തെറ്റുമില്ല. കാരണം നിങ്ങൾക്ക് വേണ്ടിയാണ് ആ സഹോദരി വർത്തമാനം പറഞ്ഞത്. നമുക്കൊക്കെ അറിയാവുന്ന പോലെ നിരന്തരമായിട്ട് നമ്മൾ സമരം ചെയ്തിട്ടുണ്ട്. നമ്മുടെ ചില MLA-മാർ വന്ന് നമ്മുടെ സമരം ഉദ്ഘാടനം ചെയ്തിട്ടുണ്ട്. MLA-മാർ വരുമ്പം നിങ്ങളോട് വലിയ വാഗ്ദാനം പറഞ്ഞിട്ട് പോകും. അടുത്ത നിയമസഭാ സമ്മേളനത്തിൽ നിങ്ങളെ സംബന്ധിച്ചുള്ള വിഷയമായിരിക്കും ഞാൻ അവതരിപ്പിക്കുന്നത്. ദൗർഭാഗ്യവശാൽ പലരും അത് മറന്നു പോകുന്നു. നിയമസഭയിൽ ചെല്ലുമ്പോൾ ഈ ഒരു ദുഃഖകരമായ അവസ്ഥ നമുക്കുണ്ട്. നമ്മളെക്കുറിച്ച് സംസാരിക്കാൻ മലബാറിലെ മുസ്ലിം ലീഗിൻ്റെ MLA ആണ് അവസാനം കഴിഞ്ഞ നിയമസഭയിലുണ്ടായിരുന്നത്. പ്രിയപ്പെട്ടവരെ, ആരെയും കുറ്റപ്പെടുത്തിയല്ല, ഇത് അസംഘടിതരായിട്ടുള്ള തൊഴിലാളികളുടെ ഒരവസ്ഥയാണ്. നമ്മൾ മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് സേഠിജി ഇപ്പം ഈ മീറ്റിംഗ് തുടങ്ങുന്നതിനും എൻ്റെ അടുത്ത് 2-3 പ്രാവശ്യം പറഞ്ഞു, ജോസഫ് എണ്ണി നോക്ക് എത്ര തൊഴിലാളികളുണ്ടെന്നുള്ളത്. നിങ്ങൾ വന്നവരും മിക്കവരും ഓട്ടോറിക്ഷ പിടിച്ച് വന്നവരാ. കൊല്ലം ടൗണിൽ ഇറങ്ങി അവിടുന്ന് ഓട്ടോ എടുത്ത് ഇവിടെ വരണമെങ്കിൽ എത്ര രൂപ ആവുമെന്ന് എനിക്കറിയാം. ഞാൻ വന്നിട്ടുള്ളതാണ്. കഴിഞ്ഞ 2 മാസമായിട്ട് നിങ്ങൾക്ക് ശമ്പളം കിട്ടുന്നില്ല. കഴിഞ്ഞ 3 മാസമായിട്ട് ഉള്ള വേതനത്തിൽ നിന്ന് 1000 രൂപ സർക്കാർ പിടിച്ചു വെച്ചിരിക്കുകയാണ്. പലർക്കും വീട്ടിലെ ഭക്ഷണ സാധനങ്ങൾ വാങ്ങാൻ പോലും പൈസ ഇല്ലെന്നുള്ള സത്യം അറിയാം. ഇതൊക്കെയാണ് നമ്മുടെ ഇപ്പോഴത്തെ സാഹചര്യം. ഈ കിട്ടുന്ന പൈസയ്ക്കകത്തുനിന്ന് ഇവിടെ ഇരിക്കുന്ന മിക്കവാറും ഒരു 50 വയസ്സ് കഴിഞ്ഞവരാണ് പകുതിയധികം, അല്ലെങ്കിൽ 60-ന് മേളിലുള്ളവരുമുണ്ട്. മരുന്ന് വാങ്ങണം, വീട്ടിലെ നെറ്റിച്ചെലവുകൾ വഹിക്കണം, കുട്ടികളുടെ അവരുടെ കാര്യം നോക്കണം, ഭർത്താവ് രോഗിയാണെങ്കിൽ അദ്ദേഹത്തിൻ്റെ മരുന്ന് വാങ്ങണം. ഒരുപാട് വിഷയങ്ങൾ നമുക്കുണ്ട്. ഇതൊക്കെ കഴിഞ്ഞ് നമ്മുടെ നാട്ടിൽ നടക്കുന്ന കല്യാണം, പാലുകാച്ച്, ഇതിനൊക്കെ എന്തെങ്കിലും സംഭാവന കൊടുക്കണം. കറണ്ടിന് പണമടയ്ക്കാൻ പോലും പൈസ ഇല്ലാത്തവരാണ് നമ്മുടെ തൊഴിലാളികൾ പലരും. എന്നെ ചവറ മേഖലയിലുള്ള പല തൊഴിലാളികളും ഇടയ്ക്കിടയ്ക്ക് വിളിക്കാറുണ്ട്, സേഠിജിയെ വിളിക്കാറുണ്ട്. ചിലർ സാമ്പത്തിക വിഷമം ഷെയർ ചെയ്യാറുണ്ട്. സേഠിജി എന്നോട് നേരത്തെ പറയുമായിരുന്നു, പലർക്കും കൊടുത്ത് പുള്ളി കടക്കാരനായി തീരുന്ന അവസ്ഥയാണ്. എന്നാൽ പലരും മേടിച്ചുകൊണ്ട് പോകുന്നവർ കൃത്യമായി കൊണ്ടു കൊടുക്കുകയും ചെയ്യുന്നുണ്ട്. ഇതൊക്കെയാണ് നമ്മുടെ ഇപ്പോഴത്തെ അവസ്ഥ. അതുകൊണ്ട് നിങ്ങൾ വരുന്ന ഒത്തിരി പ്രയാസപ്പെട്ട കഴിഞ്ഞ നമ്മുടെ ഒരു കൺവെൻഷന് കൊടും മഴയത്ത് കുളത്തുപുഴയെന്നും പുനലൂരിൽ നിന്നുമൊക്കെ നമ്മുടെ സഹോദരിമാരെത്തിയുണ്ടായി. ഇന്ന് നമ്മൾ കൂടുതൽ പ്രധാന ഉദ്ദേശം, നമ്മുടെ ഈ 3 മാസമായിട്ട് 1000 രൂപ വെച്ച് പിടിച്ചിട്ടിരിക്കുന്നു, 2 മാസം ശമ്പളം കിട്ടുന്നില്ല. ഇതിനൊരു പരിഹാരം ഉണ്ടാകണം. നിങ്ങളൊരു പക്ഷേ അറിയുന്നുണ്ടോ എന്ന് എനിക്കറിയത്തില്ല. നിരന്തരമായി ഇതിൻ്റെ നിവേദനങ്ങൾ തയ്യാറാക്കി സേഠിജി തിരുവനന്തപുരത്ത് പോയിക്കൊണ്ടിരിക്കുക. ഞാൻ മിക്കപ്പോഴും അദ്ദേഹത്തെ വിളിക്കുമ്പോഴും അദ്ദേഹം എൻ്റെ അടുത്ത് പോയിരുന്നു, ഇന്ന കാര്യങ്ങൾ എനിക്ക് അദ്ദേഹം എല്ലാം വാട്സപ്പിൽ ഇട്ട് തരും, ഡീറ്റെയിൽസ് എല്ലാം. അപ്പോൾ നമുക്ക് വേണ്ടി പ്രവർത്തിക്കാൻ ഒരാളുണ്ട്. അതുകൊണ്ടാണല്ലോ നിങ്ങളിവിടെ വരുന്നത്. അപ്പോൾ പ്രിയപ്പെട്ടവരെ, ഇന്ന് നമുക്ക് ചില തീരുമാനങ്ങൾ എടുക്കണം. അടുത്ത 1 മാസത്തിനോ അല്ലെങ്കിൽ 1 മാസം 2 മാസത്തിനകത്ത് വിപുലമായ നമ്മുടെ സമര പ്രഖ്യാപന കൺവെൻഷൻ നടത്തണം. നമ്മളിന്ന് തീരുമാനമെടുക്കും. വേതനം ഈ ആഴ്ച തന്നില്ലെങ്കിൽ, നിങ്ങൾക്കറിയാം, ഇന്ന് പത്രങ്ങളിലൊക്കെ വായിച്ചിട്ടുണ്ട് ബഡ്ജറ്റിനെ കുറിച്ച്. സംസ്ഥാന സർക്കാർ ബഡ്ജറ്റ് ഇന്നലെ പ്രഖ്യാപിക്കുകയുണ്ടായി. നമ്മുടെ തൊഴിലാളികളെ സംബന്ധിച്ച് ഒരു പരാമർശം പോലും ബഡ്ജറ്റിലില്ല. പാചക തൊഴിലാളികളെന്നല്ല, തൊഴിലാളികളെ സംബന്ധിച്ച് ഒരു പരാമർശവും ഇല്ല. ഞാൻ ആ ബഡ്ജറ്റിൻ്റെ വിഷയത്തിലേക്ക് കടക്കുന്നില്ല. കഴിഞ്ഞ 2017 ശേഷം നമ്മുടെ വേതനത്തിൽ 10 പൈസ പോലും ഇടതുപക്ഷ സർക്കാർ കൂട്ടിയിട്ടില്ല. 8 വർഷമായിട്ട് വരുന്ന ബഡ്ജറ്റിൽ നമ്മളെക്കുറിച്ച് പരാമർശിക്കുന്നില്ല. ഇതൊക്കെയാണ് നമ്മളോടുള്ള സർക്കാർ നയം. ഞാൻ അതിൻ്റെ രാഷ്ട്രീയ വശങ്ങളിലേക്ക് പോകുന്നില്ല. തൊഴിലാളിയുടെ വിഷയമാണ് നമ്മൾ ചർച്ച ചെയ്യപ്പെടേണ്ടത്. തീർച്ചയായിട്ടും ഇന്ന് നമ്മൾ എന്താണ് ഭാവിയിൽ ചെയ്യേണ്ടതിനെ കുറിച്ചൊരു തീരുമാനം ഉണ്ടാകും. നമ്മുടെ ഇന്നത്തെ ഈ കൺവെൻഷൻ വിളിച്ചുകൂട്ടിയതിൻ്റെ അധ്യക്ഷത വഹിക്കുന്നത് നമ്മുടെയൊക്കെ പ്രിയങ്കരനായ സംസ്ഥാന ജനറൽ സെക്രട്ടറി സേഠ്ജിയാണ്. നമുക്ക് അവസാനമായി വർധന വരുന്നത്. അതിനുശേഷം ഇന്ന് വരെ വർദ്ധിപ്പിച്ചിട്ടില്ല. വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി നേരത്തെ പ്രൊഫസർ രവീന്ദ്രനാഥ് ഇരുന്നപ്പോൾ അദ്ദേഹം അനുഭാവപൂർവ്വം പല കാര്യങ്ങളുമൊക്കെ വിളിച്ച് ആലോചിക്കാനും തീരുമാനമെടുക്കാനും ഒക്കെ തോമസ് ഐസക് ഉൾപ്പെടെ ധനകാര്യ വകുപ്പ് മന്ത്രി ഉൾപ്പെടെ പല കാര്യങ്ങളും ആലോചിച്ചിട്ടുണ്ട്. പക്ഷെ ഒന്നുപോലും നടപ്പിലാക്കാൻ കഴിഞ്ഞിട്ടില്ല.
ഇപ്പോൾ അന്നാണെങ്കിൽ അദ്ദേഹം വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രിയായിരുന്നു. ഇപ്പോഴത്തെ ഒന്നുമില്ലാത്തൊരു മന്ത്രി ശിവൻകുട്ടി. അതുകൊണ്ടാണ് അദ്ദേഹം ഇന്ന് വരെ ഒരു കാര്യവും ആലോചിക്കാൻ ഇന്ന് വരെ ഈ സ്കൂൾ പാചക തൊഴിലാളികളുടെ സംഘടനാ പ്രതിനിധികളുടെ യോഗം വിളിച്ചിട്ടില്ല. അതാണ് സവിശേഷത. അതുമാത്രമല്ല, അന്ന് ഇതിനു മുമ്പ് തന്നെ നമ്മൾ മറുപടി കൂട്ടുന്ന ഒരു കാര്യമാണ്, ഒരു തൊഴിലാളിയെ കൊണ്ട് 500 കുട്ടികൾക്ക് ഉച്ചഭക്ഷണം തയ്യാറാക്കണമെന്ന അശാസ്ത്രീയമായ നിയമം മാറ്റണമെന്ന് മുറവിളി കൂട്ടിയിട്ടും മന്ദിരത്തിൻ്റെ മുന്നിൽ പോയി സമരം ചെയ്തിട്ടും ഒരു പരിഹാരം കണ്ടിട്ടില്ല. ഇവർക്കൊക്കെ ഈറാമോളിയായി നിൽക്കുന്ന CPM മേഖലയിലും ഈ വിഭാഗം തൊഴിലാളികളുണ്ട്. അവർക്ക് പരാതിയുമില്ല, പരിവേദനവുമില്ല. പിന്നെ ആണും പെണ്ണും കെട്ട AITC-കാരും അവർ മിണ്ടത്തില്ല. എവൻ പൊഞ്ചാത്ത ഇവ കൂടെ പോന്നാൽ എനിക്ക് വേണ്ടത് പണം എന്ന് പറയുന്നത് പോലെയാണ് AITC-കാരുടെ അവസ്ഥ. ഇപ്പം തന്നെ കൊല്ലം കോർപ്പറേഷനിൽ അവരെ ഇറക്കി വിട്ടു. നീ ഇല്ലെങ്കിൽ ഞങ്ങളിവിടെ ഭരിക്കുമെന്നും പറഞ്ഞാണ് CPI-ക്കാരെ ഇറക്കി വിട്ടത്. കാരണം CPI-ക്ക് കൈമാറ്റം ചെയ്യേണ്ടതാണ് മേയർ സ്ഥാനം, എന്നിട്ട് പോലും അവർക്കില്ല. നിങ്ങൾക്കൊക്കെ അറിയാൻ കഴിയുന്നൊരു ഒരു ബഡ്ജറ്റ്. പിന്നെ നമ്മുടെ സ്ഥിതിയും നമ്മൾ മോശമൊന്നുമല്ല, നമ്മുടെ സ്ഥിതിയും വളരെ ദയനീയമാണ്. പല്ലുകുത്തി മണപ്പിക്കണ്ട എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ ആ കൂടുതലേക്ക് കടക്കുന്നില്ല. കാരണം അത്രമാത്രം പ്രയാസമുണ്ട്. കോൺഗ്രസ് എന്ത് ചെയ്യുന്നു? ഈ ബഡ്ജറ്റ് കോൺഗ്രസ് ഗവൺമെൻറ്റാണ് അവതരിപ്പിച്ചിരുന്നതെങ്കിൽ, ഒരവസരമുണ്ടായിരുന്നുവെങ്കിൽ ഇന്ന് ഈ കേരളം കത്തുമായിരുന്നു. ഈ ബഡ്ജറ്റിനെതിരെ ഇവിടെ കോൺഗ്രസ്സുകാരുണ്ടോ? കത്തുമായിരുന്നു. അനങ്ങുന്നില്ല. നിത്യോപയോഗ സാധനങ്ങളുടെ വില തലയ്ക്ക് മുകളിൽ കുതിച്ചുയർന്നിട്ട് പോലും ഒരനക്കവുമില്ല. തമ്മിലടി, തമ്മിൽ പ്രശ്നം. ഞാനാണ് വലിയവൻ, ഞാനാണ് അടുത്ത മുഖ്യമന്ത്രി എന്ന വീരവാദം മുഴക്കി നടക്കുന്നു. അതാണ് എൻ്റെ സത്യം. നിങ്ങൾക്ക് പിന്നെ നിങ്ങളുടെ ഭാഗത്ത് നിന്നിട്ടുണ്ട്. കാരണം നമുക്കാരെയും ജയിപ്പിക്കാനും കഴിയുന്നില്ല, നമുക്കാരെയും തോൽപ്പിക്കാനും കഴിയുന്നില്ല. അതാണ് മറ്റൊരു സത്യം. നിങ്ങൾ വിചാരിച്ചാൽ ഏതെങ്കിലും ഒരു സ്ഥാനാർത്ഥിയെ ജയിപ്പിക്കാൻ കഴിയുമോ? ഒക്കില്ല. പക്ഷെ നിങ്ങൾ വിചാരിച്ചാൽ തോൽപ്പിക്കാൻ ഒക്കും, അതും ഒക്കില്ല. പക്ഷെ ഒക്കുന്നൊരവസരം വരുന്നു. ഏതാണ്? പഞ്ചായത്ത്, മുനിസിപ്പൽ തെരഞ്ഞെടുപ്പ്. അതിന് മാത്രമേ നമ്മളെ കൊണ്ട് പറ്റും. അസംബ്ലിയിൽ ഒരു കാൻഡിഡേറ്റിനെ നമുക്ക് ജയിപ്പിക്കാനും പറ്റില്ല, തോൽപ്പിക്കാനും പറ്റില്ല. പാർലമെൻറ്റിൽ നമുക്ക് പറ്റത്തില്ല. പിന്നെ നമുക്ക് പറ്റുന്ന എവിടെയാണ്? ഈ വാർഡ് ഇലക്ഷൻ. അതിന് നമ്മൾ ഒരുമിച്ച് നിൽക്കുമോ? നിൽക്കത്തില്ല. അതിന് നമുക്ക് ഭിന്നിപ്പ അഭിപ്രായമാണ്. അവൻ എൻ്റെ ആളാണ്, ഇവളെ എൻ്റെ കൂടെ പഠിച്ചവളാണ്. എന്നാലും ആ ഒരു ശൈലി മാറണം. നിങ്ങൾക്കൊക്കെ അറിയാമല്ലോ, ഇവിടെ ജയിച്ച MLA നമ്മുടെയൊക്കെ മുന്നിൽ വന്നു നമ്മൾ ഒട്ടേറെ സമരപരിപാടികളിൽ അവരെയൊക്കെ പങ്കെടുപ്പിച്ചിട്ടുണ്ട്. അത് ഏത് ഗ്രൂപ്പിൽപ്പെട്ടവരായിരുന്നാലും വന്ന് നമ്മളത് വളരെ സ്നേഹസമ്പന്നമായി പഞ്ചാര വാക്കുകളായി ഞാൻ അടുത്ത നിയമസഭ കൂടുമെങ്കിൽ നിങ്ങളുടെ പ്രശ്നം ഞാൻ നിയമസഭയിൽ ഉന്നയിക്കുമെന്ന് വളരെ ഗീർവാണ പ്രസംഗം മുഴക്കിയവർ നിയമസഭ കണ്ടപ്പോൾ നിങ്ങളെയും ഈ സംഘടനയും മറന്നു. മറ്റൊരു ഗുണം നിങ്ങൾക്കറിയാം, PC വിഷ്ണുനാഥ് നമ്മുടെ വിദ്യാഭ്യാസ ഡെപ്യൂട്ടി ഡയറക്ടർ ഓഫീസിന് മുന്നിൽ വന്ന് നിന്നു. ചിന്നക്കടയിൽ വന്ന് പറഞ്ഞു. അതേ CR മഹേഷ് ഈ ഓഫീസിൽ വന്ന് നിന്ന് പറഞ്ഞു, എന്തൊക്കെ പറഞ്ഞു. അവരാരും വേണ്ടിയില്ല. അവസാനം നിയമസഭയിൽ പറഞ്ഞത് മുസ്ലിം ലീഗിൻ്റെ നേരത്തെ ഇവിടെ നമ്മുടെ ജോസ് കുമാർ രാജ് പറയും പോലെ ഒരു മുസ്ലിം ലീഗിൻ്റെ പ്രതിനിധിയാണ് നമ്മുടെ കാര്യം നിയമസഭയിൽ ഉന്നയിച്ചു. നമ്മളെ കാണുമ്പോൾ ചിരിക്കും. എന്താണ്, സുഖമാണോ എന്ന് ചോദിച്ച് വളരെ പഞ്ചാര പുഞ്ചിരിയ റെഡിമെയ്ഡ് ചിരിയുണ്ട് കോൺഗ്രസ്സുകാർക്ക്. അങ്ങനെ ഒരു കാര്യമുണ്ട്. ആ ചിരി CPM-നില്ല. അവർ ചെയ്യത്തില്ലെന്ന് പറഞ്ഞാൽ ചെയ്യത്തില്ല. അവരുടെ കൂടെ നിൽക്കുന്നവരെ നിങ്ങളെപ്പോലെ നേരത്തെ ജോസ് കുമാർ രാജ് ഇവിടെ പറയുന്ന കേട്ടു. ഞാനും അദ്ദേഹം കൂടെ നിന്നപ്പം ഒരു തൊഴിലാളി ഇതേ കയർത്തുന്നു. പക്ഷെ അവർ പറഞ്ഞിട്ടങ്ങ് പോയോ ഉണ്ടോ എന്ന് അറിഞ്ഞിപ്പോൾ കാണും എന്നാണ് എൻ്റെ വിശ്വാസം. അല്ല, ഇവിടെ ഇരിപ്പുണ്ട്, പേടിക്കണ്ട. പറയുന്നത് പറയേണ്ട വേദിയിൽ പറയണം. എങ്ങനെ നിന്നോ മാറി നിന്നോ ഒളിച്ചു നിന്നോ പറഞ്ഞിട്ട് ഒരു കാര്യവുമില്ല. അതുകൊണ്ട് നമ്മളെ സംബന്ധിച്ചുള്ള നമുക്ക് മാത്രം നമ്മൾ മാത്രമേ ഉള്ളൂ എന്ന ചിന്ത വേണം. നിങ്ങളെ സഹായിക്കാൻ ആരെങ്കിലും ഉണ്ടോ എന്നൊക്കെ കരുതുന്നത് വെറുതെയാണ്. വെറും പുകമറയാണ്. കഴിഞ്ഞ ബഡ്ജറ്റ് പോലെയാണ്. അല്ലാതെ വേറൊന്നുമില്ല. നിങ്ങളെ കോൺഗ്രസ്സുകാർ സഹായിച്ചു കളയും, അല്ലെങ്കിൽ മറ്റ് ട്രേഡ് യൂണിയൻ INTUC-കാർ സഹായിച്ചു കളയും. അതൊക്കെ വെറുതെ. നമ്മൾ മാത്രം
ആ ഒരു ചിന്താഗതിയോടുകൂടി മാത്രം മുന്നോട്ട് പോകാമെങ്കിൽ മാത്രമേ നമ്മുടെ ആവശ്യങ്ങളും അവകാശങ്ങളും നമുക്ക് നേടിയെടുക്കാൻ കഴിയൂ. അതാണ് ചരിത്രം പരിശോധിച്ചാൽ പോലും കാണാൻ കഴിയുന്നത്. നമ്മുടെ സ്കൂളുകളിൽ നേരത്തെ ഈ ചോളം കൊണ്ടുള്ള ഉപ്പുമാവ് കൊടുക്കുമായിരുന്നു, സൂചി ഗോതമ്പ് കൊണ്ടുള്ള ഉപ്പുമാവ് കൊടുക്കുമായിരുന്നു. പിന്നീട് അത് കഞ്ഞിയും പയറുമായി. 2009 ഡോക്ടർ മൻമോഹൻ സിംഗ് ഗവൺമെൻറ് കൊണ്ടുവന്ന ഭക്ഷ്യസുരക്ഷാ നിയമം അനുസരിച്ച് ഇന്ത്യയിലെ എല്ലാ വിദ്യാലയങ്ങളിലും കുട്ടികൾക്ക് ഉച്ചയ്ക്ക് ചോറും കറിയും കൊടുക്കണമെന്ന തീരുമാനമെടുക്കുകയുണ്ടായി. കേരളത്തിൽ അതിനു മുമ്പ് തന്നെ ഉച്ചഭക്ഷണം കഞ്ഞിയും പയറും മാറി പിന്നീട് അതിൻ്റെ തുടർച്ചയായിട്ട് ചോറും കറിയും ഒക്കെ ആയി. അപ്പം നമ്മൾ ഇവിടുത്തെ സർക്കാരിന് മനസ്സിലാകാത്ത ഒരു കാര്യം എന്ന് പറയുന്നത്, അതിരാവിലെ സ്കൂളിൽ വരുന്ന ഒരു സഹോദരി, സ്കൂൾ പാചക തൊഴിലാളി, അവർ ആ സ്കൂളിലേക്ക് ഉള്ള 300 അല്ലെങ്കിൽ 500-ലധികം കുട്ടികൾക്ക് ഒറ്റയ്ക്ക് പാചകം ചെയ്ത് കൊടുക്കണം. ആ പാത്രങ്ങളെല്ലാം കഴുകി, കുട്ടികൾക്ക് വിളമ്പിക്കൊടുക്കാനുള്ള പാത്രങ്ങളെല്ലാം കഴുകി വൃത്തിയാക്കണം, പാചകത്തിനുള്ള എല്ലാ പാത്രങ്ങളും കഴുകി വൃത്തിയാക്കണം, അരി കഴുകണം, അത് കഴിഞ്ഞിട്ട് പച്ചക്കറി മുഴുവൻ സ്വന്തമായിട്ട് അരിഞ്ഞു വെക്കണം. എന്നിട്ട് ഓരോ കുട്ടിക്കും അരി കഴുകി അത് വെള്ളം അടുപ്പിൽ വെച്ച് അരിയിട്ട് ചോറ് വെച്ച് ആ ചോറ് ഊറ്റി അത് വൃത്തിയായിട്ട് കുട്ടികൾക്ക് കൊടുക്കുന്ന തരത്തിൽ അതിൻ്റെ വേവ് നോക്കി കറക്റ്റായിട്ട് ആ ചോറ് കുട്ടികൾക്ക് കൊടുക്കുന്ന രീതിയിൽ വേവിച്ച് കൊടുക്കണം. അതോടൊപ്പം തന്നെ ഒഴിക്കാനുള്ള കറി, ഒരു ദിവസം സാമ്പാറാണെങ്കിൽ ഒരു ദിവസം പുളിശ്ശേരി, മറ്റൊരു ദിവസം പരിപ്പ്, 2 തൊടുകറികൾ എല്ലാ ദിവസവും കൊടുക്കണം. അപ്പോൾ 2 തൊടുകറികൾക്കുള്ള സാധനങ്ങൾ, സാമ്പാറിനുള്ള പച്ചക്കറികൾ, ഇതെല്ലാം അരിഞ്ഞ് വൃത്തിയായി വെച്ചതിന് ശേഷം ഇതിന് വേണ്ട എല്ലാ മുളകും മറ്റ് പല വ്യഞ്ജന സാധനങ്ങളും എല്ലാം കൃത്യമായി ചേർത്ത് സാമ്പാർ തയ്യാറാക്കി കുട്ടികൾക്ക് കൊടുക്കണം. 2 തൊടുകറികളും കൊടുക്കണം, അല്ലെങ്കിൽ പരിപ്പ് കൊടുക്കണം, അല്ലെങ്കിൽ പുളിശ്ശേരി കൊടുക്കണം എന്ന് പറയുമ്പോൾ ഇത് ഒറ്റയ്ക്കാണ് ചെയ്യേണ്ടത്. 500-ലധികം കുട്ടികൾക്ക് ഒരു സഹോദരി ഒറ്റയ്ക്ക് ഈ കാര്യങ്ങളെല്ലാം ചെയ്തു കൊടുക്കണം എന്ന് പറയുമ്പോൾ സാമാന്യബോധമുള്ള ഒരു ഭരണകർത്താവിന് സ്വന്തം വീട്ടിലെ അനുഭവം വെച്ച് തന്നെ മനസ്സിലാക്കേണ്ടതാണ്. അല്ലാതെ ആരും ഒരു സാരോപദേശം കൊടുക്കേണ്ട കാര്യമൊന്നുമില്ല. 500 കുട്ടികൾക്ക് ഒറ്റയ്ക്ക് എങ്ങനെ ഒരു സഹോദരി ഇതെല്ലാം ചെയ്തു കൊടുക്കുന്നു എന്ന് ചിന്തിക്കാൻ പോലുമുള്ള ആത്മാർത്ഥതയും ഇല്ലാത്ത, കണ്ണിൽ ചോരയില്ലാത്ത ഒരു ഭരണകൂടമാണ് നമ്മുടെ സംസ്ഥാനം ഭരിക്കുന്നത്. ബഹുമാന്യനായ ഉമ്മൻചാണ്ടി സാറ് ആയിരുന്നു കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയെങ്കിൽ സ്കൂൾ പാചക തൊഴിലാളികൾക്ക് ഈ ദുർഗതി വരില്ല എന്ന് അധ്യക്ഷ പ്രസംഗത്തിൽ തന്നെ അദ്ദേഹം പറഞ്ഞു. അത് കറക്റ്റായ കാര്യമാണ്. പിന്നീടുള്ള ഭരണാധികാരി, ഇപ്പം 2 തവണയായിട്ട് കേരളം ഭരിക്കുന്ന പിണറായി വിജയന് കണ്ണും കാതുമില്ലേ. നമ്മുടെ കൊല്ലംകാരനായ ധനകാര്യ മന്ത്രി ഇന്നലെ ബജറ്റ് അവതരിപ്പിച്ചു. ഈ ബജറ്റിനകത്ത് ഈ സ്കൂളുകളിൽ ഈ കുട്ടികൾക്ക് ഉച്ചഭക്ഷണം തയ്യാറാക്കി കൊടുക്കുന്ന സഹോദരിമാരുടെ കണ്ണീരൊപ്പാൻ ഒരു ചെറിയ പ്രഖ്യാപനം പോലും ഉണ്ടായില്ല. ഞങ്ങളെല്ലാം ആഗ്രഹിച്ചത് അങ്ങനെയാണ്. ക്ഷേമ പെൻഷനുകൾ വർദ്ധിപ്പിക്കും. സ്കൂൾ പാചക തൊഴിലാളികൾ നിരന്തരമായി നടത്തുന്ന സമരത്തിന്റെ ഭാഗമായിട്ട് കൊല്ലം ജില്ലക്കാരനായ ധനകാര്യ വകുപ്പ് മന്ത്രിയുടെ ബജറ്റിൽ വളരെ ആകർഷകമായ പ്രഖ്യാപനങ്ങൾ ഉണ്ടാകുമെന്ന പ്രതീക്ഷ. യാതൊരു പ്രഖ്യാപനവുമില്ല. നിരാശാജനകമാണ്. കേരള ബജറ്റ് കണ്ടപ്പോൾ തന്നെ വളരെ നിരാശാജനകമാണ്. വിലക്കയറ്റം കൊണ്ടും തൊഴിലില്ലായ്മ കൊണ്ടും കേരളം പൊറുതിമുട്ടുമ്പോൾ ഒരു നിത്യജീവിതം മുന്നോട്ട് നയിക്കുവാൻ പ്രയാസപ്പെടുന്ന സ്കൂൾ പാചക തൊഴിലാളികൾക്ക് വേണ്ടി ഒരു ചെറുവിരൽ അനക്കുവാൻ ഈ ബജറ്റിൽ ധനകാര്യ വകുപ്പ് മന്ത്രി KN ബാലഗോപാൽ തയ്യാറായില്ല എന്നതാണ് ഏറ്റവും വലിയ ദുഃഖകരമായ കാര്യം. ബിന്ദു ഇവരൊക്കെ യഥാർത്ഥത്തിൽ ഈ ഉറങ്ങുകയാണോ എന്ന സംശയമാണ് കേരളത്തിലെ ജനങ്ങൾക്കുള്ളത്. വിദ്യാഭ്യാസ മേഖലയിലെ ഏറ്റവും മർമ്മപ്രധാനമായ ഒരു പ്രശ്നമാണ്. പഠിപ്പിക്കുന്നതിനൊപ്പം വിജ്ഞാനത്തിന്റെ പൂവും പ്രസാദവും കുട്ടികൾക്ക് അധ്യാപകർ പകർന്നു കൊടുക്കുന്നത് പോലെ തന്നെ അവർക്ക് വിശക്കാതെ ഉച്ചയ്ക്ക് കൃത്യമായി ഭക്ഷണം പാകം ചെയ്ത് കൊടുക്കുന്ന പാചക തൊഴിലാളികളെ അംഗീകരിക്കുവാൻ, അവർക്ക് ഇപ്പോൾ ഒരു ദിവസം കഷ്ടിച്ച് 600 രൂപയാണ് ദിവസവേതനമായി കൊടുക്കുന്നത്. തീർച്ചയായിട്ടും യഥാർത്ഥത്തിൽ കൊടുക്കേണ്ടത് ഇപ്പോൾ നേരത്തെ ഉള്ള സമരങ്ങളിലെല്ലാം ഉയരുന്നത് ഈ ദിവസവേതനം വർദ്ധിപ്പിക്കണം എന്നുള്ളതാണ്. അത് 1000 രൂപയെങ്കിലുമായി വർദ്ധിപ്പിക്കണം എന്നാണ് പറയുന്നത്. യഥാർത്ഥത്തിൽ സ്കൂൾ പാചക തൊഴിലാളികളെ സർക്കാർ നിയമം കൊണ്ടുവന്ന് അവരെ സ്ഥിരപ്പെടുത്തി അവർക്ക് മാസശമ്പളം കൊടുക്കേണ്ട സമയം അതിക്രമിച്ചിരിക്കുകയാണ്. ഇവിടെ നമുക്കറിയാം, ഈ പാർട്ട് ടൈം സ്വീപ്പർ തസ്തികയിൽ ജോലി ചെയ്യുന്നവർക്ക് അത് എംപ്ലോയ്മെന്റ് എക്സ്ചേഞ്ച് മുഖാന്തരം പാർട്ട് ടൈം സ്വീപ്പറായിട്ട് 50 വയസ്സ് വരെ ഉള്ളവരെ ഇന്റർവ്യൂ നടത്തി എടുക്കാറുണ്ട്. അവർക്ക് 70 വയസ്സ് വരെ ജോലി ചെയ്യാം. അവർക്ക്